ഹലോ വെൽക്കം ബാക്ക് ടു അവർ അനദർ എപ്പിസോഡ് ഓഫ് ലെറ്റ്സ് കാച്ച് ഇറ്റ് അപ്പ് വിത്ത് ഷാനു. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് ഒരു വീട് പണി തീർക്കാൻ എത്ര നാളെടുക്കും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ സാധാരണയായിട്ട് ഒരു വീട് പണി നടക്കുമ്പോൾ നമ്മളെ ക്ലൈന്റ് കേട്ട് വരുന്ന ചിലപ്പോൾ പെട്ടെന്ന് വീട് പണി കഴിയുകയാണെങ്കിൽ അവർ ചോദിക്കും, ഇത്ര പെട്ടെന്ന് വീട് പണി കഴിഞ്ഞാൽ ചോദിക്കും. ഇനിയിപ്പോ കുറച്ച് സ്ലോയിലാണ് വർക്ക് പോകുന്നതെങ്കിൽ ചോദിക്കും, ഇതുവരെ വീട് പണി തരുന്നില്ലേ? ഈ രണ്ട് ക്വസ്റ്റ്യൻസിനും വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ഒരു വീട് പണി നടത്തേണ്ടത് വളരെ ധൃതിപ്പെട്ടിട്ടോ അല്ലെങ്കിൽ വളരെയധികം സാവധാനത്തിലോ ചെയ്യേണ്ട ഒന്നല്ല. അതിന് അതിൻ്റെതായ കൃത്യമായ കാലയളവുണ്ട്. അപ്പൊ നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നിങ്ങൾ ഇതുവരെ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ചാനൽ കണ്ടിട്ടില്ല എങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. ഓക്കെ, അപ്പൊ വീണ്ടും ഞാൻ പറയാണ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്ലാസിസ് വേൾഡ്. എൻ്റെ പേര് ഷഹന എന്നാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഓരോ വീടും പണിത് തീർക്കാൻ ഒരു നിശ്ചയിച്ച സമയത്തിനുള്ളിൽ നമുക്ക് കഴിയും എന്നുള്ളതാണ് വിദഗ്ധർ പറയുന്നത്. അതായത് ഇപ്പൊ നമ്മള് എന്താ പറയാ, പതിവിലും കുറച്ച് സമയമെടുത്ത് പണിത് തീർത്തിട്ടുള്ള ഒരു വീടാണെന്ന് കരുതുക. ആ ഒരു വീട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ പണിത് തീർത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതില് എവിടെയെങ്കിലും ഒരു വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പിക്കാം. കാരണം ഇപ്പോ നമ്മൾ പറഞ്ഞ ടൈമിനേക്കാൾ മുന്നേ തീർന്നിട്ടുണ്ടെങ്കിൽ അതിനുറപ്പാണ് എവിടെയെങ്കിലും ഒരു ടൈം അവര് കൺസ്യൂം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ടാവും. അതിപ്പോ ഈ വെള്ളം കെട്ടി നിർത്തുന്നതിലോ അങ്ങനെ മറ്റെന്തെങ്കിലാണെങ്കിൽ ഉറപ്പിക്കാം അത് ആ സ്ട്രക്ചറിന്റെ ബലത്തെ ബാധിച്ചേക്കാം. അപ്പൊ നമ്മള് കുറെ സമയം എടുത്തിട്ടാണ് വീട് പണി ചെയ്തു തീർക്കേണ്ടത് ചോദിച്ചാൽ ഒരിക്കലല്ല. അതൊരാളും സമ്മതിക്കേണ്ട. കാരണം ഒരു സമയം എടുക്കും തോറും നമ്മളുടെ പണിക്കൂലിയും അതുപോലെ തന്നെ മെറ്റീരിയൽസിന്റെ കോസ്റ്റും കൂടി വരും. അപ്പൊ നമ്മൾ വിചാരിച്ച ബഡ്ജറ്റിനേക്കാൾ അത് പുറത്തേക്ക് പോകാം. അപ്പൊ ഒരിക്കലും നമ്മൾ സമയം കൂടുതൽ എടുത്തിട്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ നിശ്ചയിച്ച സമയത്തിനുള്ളിൽ നമ്മൾ ഇത് ചെയ്തു തീർക്കാൻ നോക്കുക. അല്ലാണ്ട് അതിന് മുന്നേ ചെയ്ത് തീർത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ട്രക്ചറിന്റെ ബലത്തെ ബാധിച്ചേക്കാം. ഇനി കൂടുതൽ ടൈം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തിക ആരോഗ്യത്തെയും ബാധിച്ചേക്കാം. ഏകദേശം ഒരു 12 മാസം കൊണ്ട് വീട് പണി തീർക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാ എങ്ങനെയെന്നല്ലേ, നമ്മളൊരു സ്ട്രക്ചർ വർക്ക് കംപ്ലീഷനും അതുപോലെ തന്നെ ഫ്ലോർ, BCC എന്നീ വർക്കുകളൊക്കെ കൂടിയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 7.5 മാസം എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫിനിഷിംഗ് വർക്ക്, ഇന്റീരിയർ വർക്ക്, അങ്ങനത്തെ വർക്കുകളൊക്കെ കൂടി കംപ്ലീറ്റ് ചെയ്യാൻ ഒരു 4.5 മാസം. അങ്ങനെയാണ് ഒരു 12 മാസം എന്ന് കണക്കാക്കുന്നത്. ഇനിയിപ്പോ ഒരു ഇടം തരം വീടാണെങ്കിൽ, ഒരു ചെറിയ വീടാണെങ്കിൽ ഒരു 10 മാസം കൊണ്ട് നമുക്ക് തീർക്കാം. ഏകദേശം 12 മാസമാണ് ഒരു കോൺട്രാക്ടർ ഒരു ഇടം തരം വീട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്ന സമയം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു ചെറിയൊരു വീട്, അതായത് 2500 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട്, ഗ്രൗണ്ട് ഫ്ലോർ ഒരു 1500 സ്ക്വയർ ഫീറ്റും അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോർ ഒരു 1000 സ്ക്വയർ ഫീറ്റുള്ള ഒരു കുഞ്ഞു വീട്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാധാരണക്കാർക്ക് പറ്റിയൊരു വീട്. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ടൈം എടുക്കും നോക്കിയാലോ. അതായത് ആദ്യഘട്ടം എന്ന് പറയുന്നത് സ്ട്രക്ചറിന്റെ ഫൗണ്ടേഷൻ നിർമ്മാണമാണ് അല്ലെ. അപ്പൊ ആദ്യം സൈറ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പ്ലാനിനനുസരിച്ചിട്ട് അളവുകൾക്ക് അനുസരിച്ചിട്ട് നമ്മൾ അസ്ഥിവാരം അല്ലെങ്കിൽ എർത്ത് വർക്ക് എക്സ്കവേഷൻ നടത്തും. അതിനുശേഷം നമ്മൾ എന്താ പറയാ, കല്ല് കെട്ടി അതിന്റെ മുകളിൽ ബെൽറ്റ് വാർത്ത് പിന്നെ ഒന്ന് കെട്ടിയിട്ട് നമ്മൾ ആ ഒരു ഫൗണ്ടേഷൻ ഉറപ്പിച്ചതിന് ശേഷം മണ്ണ് നിറച്ചു കഴിഞ്ഞാൽ നമ്മളെ ഫൗണ്ടേഷന്റെ പരിപാടി തീർന്നു. അപ്പൊ ചിലർ ഇത് മുൻകൂട്ടിയിട്ട് മഴയ്ക്ക് മുന്നൊക്കെ ചെയ്തിടുന്നവരുണ്ട്. അതായത് മഴ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ ഉറക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന വിചാരിച്ചിട്ട് മുൻകൂട്ടി ചെയ്ത് ഇടുന്നവരുമുണ്ട് കേട്ടോ. അപ്പൊ ഇതിന് നമ്മൾ ഏകദേശം 1.5 മാസമാണ് കണക്കാക്കുന്നത്. പിന്നീട് നമ്മൾ നേരെ ഫൗണ്ടേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമയം വൈകിക്കാതെ തന്നെ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഭിത്തി കെട്ടാം അല്ലെങ്കിൽ ബ്രിക്ക് വർക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് നമ്മളൊരു സീലിംഗ് വരെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം 1.5 മാസം കൂടി ടൈം എടുക്കും. അപ്പോ അതിന്റെ ഒപ്പം തന്നെ നമുക്ക് വരുന്ന കാര്യമാണ് കട്ടില വെപ്പ്, അതുപോലെ തന്നെ ലിൻഡൽ, സൺഷെയ്ഡ് എന്നിവയുടെ കോൺക്രീറ്റിങ് അല്ലെങ്കിൽ വാർപ്പും ആ ഒരു സമയത്ത് തന്നെയാണ് നടന്നു വരുന്നത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിന്റെ ആ സമയത്ത് നമുക്ക് ഇതുപോലെ വെള്ളം കെട്ടി നിർത്താനും ഒക്കെ കൂടിയിട്ട് കുറച്ച് 15 ദിവസം ആ ഒരു ടൈമിൽ നമ്മൾ എടുക്കുന്നു. അതായത് 1.5 മാസത്തില് ഈ ഒരു കാര്യം കംപ്ലീറ്റ് ആക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിന്റെ ഭിത്തി കെട്ടാം. അതിനും ഈ പറഞ്ഞ പോലെ സെയിം 1.5 മാസമാണ്. ഒപ്പം നമ്മളെ കോൺക്രീറ്റിങ്ങും ഒക്കെ കൂടിയിട്ട് 1.5 മാസം.
അതിൽ നമ്മൾ 15 ദിവസം, അതായത് 2 ആഴ്ച നമ്മൾ വെള്ളം കെട്ടി നിർത്താനും കൂടി കണക്കാക്കും. അങ്ങനെ നമ്മൾ ആ ഒരു പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ തേപ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗ്രൗണ്ട് ഫ്ലോറിന്റെ തേപ്പിന്റെ ഒപ്പം തന്നെ നമുക്ക് നിലഭാഗം നമുക്ക് എന്ത് ചെയ്യാം, PCC കൂടി ചെയ്യാം. അപ്പോ ആ ഒരു ഇതിനു വേണ്ടി നമുക്ക് സമയം എടുക്കുന്നത് 1 മാസമാണ്. ഒപ്പം അത് കഴിഞ്ഞതിന്റെ ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ തേപ്പും അതിനോടൊപ്പം തന്നെ നമുക്ക് ഇലക്ട്രിക്കൽ വർക്കും ചെയ്യാം. അപ്പൊ നമുക്ക് ടൈം അവിടെ വേസ്റ്റ് ആവുന്നില്ല. അപ്പോ ഈ ഒരു സമയത്ത് നമ്മൾ ഇലക്ട്രിക്കൽ വർക്കും ഈ ഒരു നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിന്റെ തേപ്പും ഇലക്ട്രിക്കൽ വർക്കും ഒക്കെ കൂടിയിട്ട് 1 മാസം നമുക്ക് എന്ത് ചെയ്യും, അവിടെയും പോകും. അപ്പോ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ പെയിന്റിങ്ങിന്റെ ആദ്യഘട്ടം നമുക്ക് ഒരു കോട്ട് അടിക്കാം. ഒപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ടൈൽ വർക്കും കൂടി ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് 1.5 മാസം പോകും. അങ്ങനെ ഏകദേശം 7.5 മാസം നമുക്ക് അവിടെ പോകുന്നുണ്ട്. 7.5 മാസമാണ് നമുക്ക് സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ എടുക്കുന്നത്. ഇനിയിപ്പോ വെള്ളം കെട്ടി നിർത്തലും ഒക്കെ കൂടിയിട്ട് നമുക്ക് 8 മാസം തന്നെ കണക്കാക്കാം. ഇനി ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചറിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്റീരിയർ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്റീരിയർ വർക്കിൽ നമുക്ക് അതായത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് എന്നിവയുടെ ഫിറ്റിംഗ് ഒക്കെ ഘടിപ്പിക്കാം അല്ലെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ ഒപ്പം തന്നെ നമുക്ക് കോമ്പൗണ്ട് വാള് നിർമ്മാണം, അതായത് നമ്മുടെ മതില് കെട്ടല്, നമ്മുടെ ലാൻഡ്സ്കേപ്പിംഗ്, പിന്നെന്താ എന്തേലും വിട്ടുപോയിട്ടുണ്ടോ, നമ്മുടെ പെയിന്റിങ്ങിന്റെ സെക്കൻഡ് കോട്ട് അടിക്കല്, ഇതൊക്കെ കൂടിയിട്ട് ഈ ഒരു നമ്മുടെ 3 മാസം അല്ലെങ്കിൽ 4 മാസം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഏകദേശം 12 മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു 1 ഇയർ കൊണ്ട് നമുക്ക്, ഞാൻ ഏകദേശം പറയുകയാണെങ്കിൽ നമുക്ക് 10 months to 1 yearന്റെ ഉള്ളിൽ നമുക്കൊരു വീട് പണി പൂർത്തീകരിക്കാൻ പറ്റും. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ ഘട്ടത്തിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള അടുത്ത വർക്കിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ നമ്മുടെ സൈഡിലേക്ക് മുന്നേ തന്നെ സജ്ജീകരിച്ച് വെച്ചിരിക്കണം. അപ്പൊ നമുക്ക് അവിടെയും ടൈം പോവില്ല. നമുക്ക് ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും അടുത്ത വർക്കിനുള്ള സാധനങ്ങൾ മുൻകൂട്ടി ശേഖരിച്ച് വെക്കാം, എന്നിട്ട് വേഗം സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് അവിടെ ടൈമും പോവില്ല. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞു സ്ട്രക്ചറിന് ഒരു 7-8 മാസം കണക്കാക്കിക്കൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ ഫിനിഷിംഗ് വർക്കിന് ഒരു 3-4 മാസം കൂടി കണക്കാക്കിക്കൊണ്ട് നമുക്കൊരു നല്ല വീട് നമുക്കൊരു 12 മാസം കൊണ്ട്, ഒരു വർഷം കൊണ്ട് നമുക്ക് പണിത് തീർക്കാൻ പറ്റും. ഇനിയിപ്പോ അതിനും മുകളിലേക്കുള്ളതാണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ കുറച്ചുകൂടെ ടൈം എടുത്തിട്ട് ചെയ്യാം. പക്ഷെ നിങ്ങൾ ഒരിക്കലും നീട്ടി കൊണ്ടുപോവുകയും ചെയ്യരുത്. ഒപ്പം വളരെ പെട്ടെന്ന് തീർക്കാനും നോക്കരുത്. അതിൻ്റെതായ സമയം എടുത്ത് നല്ല പോലെ ഡിസ്കസ് ചെയ്ത് ഒരു എഞ്ചിനീയറായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് നമ്മൾ വീട് പണി തീർക്കുക. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുക്കുക, മറ്റുള്ളവർക്കും ഉപകാരപ്പെടട്ടെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു എപ്പിസോഡായിട്ട് കാണുന്നത് വരെ ബൈ.